എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. അഗ്നിശലഭങ്ങൾ എന്ന ഈ ക്യാമ്പസ് പ്രണയകഥ നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അധ്യായം 1. നരകവാതിൽ. പുലർച്ചെ 5:30 തന്നെ മീര ഉണർന്നു. പഴയ ഓടിട്ട വീടിന്റെ ജനാലയ്ക്കൽ തട്ടിവിളിക്കുന്ന മഴത്തുള്ളികൾക്ക് ഇന്ന് പുതിയൊരു താളമായിരുന്നു. മീരയുടെ മനസ്സിൽ ഒരു നിമിഷം തന്റെ ഗ്രാമത്തിലെ മഴയുടെ ഗന്ധം, പടർന്നു നനഞ്ഞ മണ്ണും കരിയിലകളും ചേർന്ന ആ പഴയ ഗന്ധം, അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിട്ടുമാറാത്ത ചുമയും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കേൾക്കാം. മീര വേഗത്തിൽ എഴുന്നേറ്റു. കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം പറഞ്ഞു, നീ തോറ്റുകൊടുക്കരുത് മീര. അച്ഛന്റെ കഷ്ടപ്പാടിന് നീ ഉത്തരം നൽകണം. ഉമ്മറത്തിരുന്ന് അച്ഛൻ തന്റെ മുഷിഞ്ഞ തുകൽ സഞ്ചി തുന്നിക്കൂട്ടുന്നത് അവൾ കണ്ടു. അവളുടെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പണം കണ്ടെത്താൻ അദ്ദേഹം തന്റെ അവസാനത്തെ തുണ്ടുഭൂമിയും പണയപ്പെടുത്തിയിരുന്നു. യാത്രയാക്കാൻ നേരം അച്ഛൻ അവളുടെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു. മോളെ, നഗരം നമ്മുടെ ഗ്രാമം പോലെയല്ല, രാഘവൻ പതുക്കെ പറഞ്ഞു. അവിടെ വലിയ കെട്ടിടങ്ങളുണ്ടാകും, വലിയ മനുഷ്യരുണ്ടാകും. പക്ഷേ അവരെക്കാളൊക്കെ വലുത് നിന്റെ പഠിപ്പാണ്. ആരുടെ മുന്നിലും നീ തലകുനിക്കരുത്, പക്ഷെ ആരോടും വെറുതെ വഴക്കിനും പോകരുത്. മീര തന്റെ അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രതീക്ഷയും ആധിയും ഒരുപോലെ കലർന്നിരുന്നു. അവൾ തന്റെ ഏക നല്ല വസ്ത്രമായ വെള്ള കോട്ടൺ ചുരിദാർ ധരിച്ച്, ആ വസ്ത്രം വെറുമൊരു തുണിയല്ല, അവളുടെ അന്തസ്സായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മീര ആ പഴയ വീടിനെ ഒന്നുകൂടി നോക്കി. അച്ഛ, ഞാൻ ജയിച്ചു വരും, ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ ആ പടിയിറങ്ങി. നഗരത്തിന്റെ തിരക്കിലൂടെ കോളേജ് ബസ് നീങ്ങിയപ്പോൾ മീരയുടെ ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞു. സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പടുകൂറ്റൻ കവാടം കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം ശ്വാസം അടക്കിപ്പിടിച്ചു. അതൊരു കോളേജല്ല, ഒരു കൊട്ടാരമായിരുന്നു. ക്യാമ്പസിനുള്ളിലെ റോഡുകൾക്ക് പോലും ഒരു പ്രത്യേക തിളക്കമുണ്ട്. വലിയ ഹാളിനുള്ളിലേക്ക് കടന്നപ്പോൾ മീര കണ്ടത് ആഡംബരത്തിന്റെ മറ്റൊരു ലോകമാണ്. അവിടെയുള്ള പെൺകുട്ടികളുടെ ഓരോ ചലനത്തിലും സമ്പന്നതയുടെ ഗർവുണ്ടായിരുന്നു. ഗുച്ചി ബാഗുകളും ഐഫോണുകളും വിദേശ പെർഫ്യൂമുകളുടെ മണവും ആ ഹാളിനെ മറ്റൊരു ലോകമാക്കി മാറ്റിയിരുന്നു. അവരുടെ ഇടയിൽ തന്റെ തുന്നിച്ചേർത്ത ബാഗും മുഷിഞ്ഞ ചെരുപ്പുമായി നിൽക്കുമ്പോൾ മീരയ്ക്ക് ഒരുതരം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. കണ്ടോ, ഈ വർഷത്തെ ചാരിറ്റി കേസ് എത്തിയെന്ന് തോന്നുന്നു. ഒരു സീനിയർ പെൺകുട്ടി മീരയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. മീര അത് കേട്ടില്ലെന്ന് നടിച്ചു. പക്ഷെ അവളുടെ കാതുകളിൽ ആ പരിഹാസം ഒരു മുറിവായി അവശേഷിച്ചു. പെട്ടെന്നാണ് ആ ക്യാമ്പസിലെ സമാധാനം നഷ്ടപ്പെട്ടത്. കാറ്റിൽ പടരുന്ന ഒരു ഗർജനം പോലെ ദൂരെ നിന്ന് ഒരു എഞ്ചിന്റെ ശബ്ദം കേട്ടു. ക്യാമ്പസിലെ സെക്യൂരിറ്റി ജീവനക്കാർ പോലും ഭയത്തോടെ സല്യൂട്ട് അടിക്കാൻ റെഡിയായി നിന്നു. ഒരു കറുത്ത റേഞ്ച് റോവർ കാർ മിന്നൽ പിണരെന്നോണം ക്യാമ്പസ് റോഡിലൂടെ പാഞ്ഞു വന്നു. അതിൽ നിന്ന് പുക പോലെ പൊടിപടലങ്ങൾ ഉയർന്നു. മീര അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിനടുത്തുള്ള റോഡിലൂടെ നടക്കുകയായിരുന്നു. റോഡിലെ ഒരു വലിയ ചെളിക്കുഴി അവൾ കണ്ടില്ല. കാർ അതിവേഗത്തിൽ ആ കുഴിയിലേക്ക് ടയർ ഇറക്കി. ചെപ്പ്! നിമിഷനേരം കൊണ്ട് ആ കറുത്ത ചെളിവെള്ളം മീരയുടെ വെള്ള ചുരിദാറിലും മുഖത്തും മുടിയിലും പടർന്നു. ആ വെള്ള വസ്ത്രം ഇപ്പോൾ അപമാനത്തിന്റെ കറുത്ത നിറമായി മാറി. മീര തരിച്ചു നിന്നുപോയി. അവളുടെ സ്വപ്നങ്ങൾ പോലെ വെളുത്ത ആ ഡ്രസ് നിമിഷങ്ങൾക്കുള്ളിൽ നാശമായിരിക്കുന്നു. കാർ അല്പം മുന്നോട്ടു പോയി ടയറുകൾ നിലവിളിക്കുന്ന ശബ്ദത്തോടെ നിന്നു. കാറിന്റെ ഡോർ പതുക്കെ തുറന്നു. ആദ്യം പുറത്തേക്ക് വന്നത് തിളങ്ങുന്ന ബ്ലാക്ക് ലെതർ ബൂട്ടുകൾ. പിന്നാലെ കാർബൺ ബ്ലാക്ക് ഷർട്ടും ജീൻസും ധരിച്ച, കണ്ണിൽ ഇരുണ്ട ഗ്ലാസ് വെച്ച ഒരു യുവാവ്, അഭിമന്യു എന്ന അഭി. അവന്റെ പിന്നാലെ അവന്റെ ക്രൂരമായ ഗ്യാങ്ങും പുറത്തിറങ്ങി. കുടിലബുദ്ധിക്കാരനായ വിക്രം, മസിൽമാൻ റോണി, പിന്നെ ടെക് ജീനിയസ് സാൻഡി. അവർ 4 പേരും മീരയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അഭി പതുക്കെ തന്റെ കണ്ണട മാറ്റി മീരയെ നോക്കി. ആ കണ്ണുകളിൽ ഒരു തുള്ളി പോലും ദയയില്ലായിരുന്നു. താൻ എന്താ വിചാരിച്ചേ? ഇതെന്താ തന്റെ തറവാട് മുറ്റമാണോ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ? മീരയുടെ ശബ്ദം ആ വലിയ മൈതാനത്ത് ഒരു സിംഹഗർജനം പോലെ മുഴങ്ങി. സീനിയേഴ്സ് ശ്വാസമടക്കി പിടിച്ചു. അഭിയുടെ ഗ്യാങ് പോലും ഒരു നിമിഷം നിശബ്ദമായി. അഭി പതുക്കെ മീരയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ ഓരോ ചുവടിലും മരണത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. അവൻ അവളുടെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. നീ എന്നെയാണോ ചോദ്യം ചെയ്തത്? അവന്റെ ശബ്ദം താഴ്ന്നതായിരുന്നു, പക്ഷെ അതിലൊരു താക്കീതുണ്ടായിരുന്നു. അതെ. എന്റെ ഡ്രസ്സ് കണ്ടോ? താൻ കാരണം നശിച്ചു. ഒരു സോറി പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്ക്. മീര ഒട്ടും വിട്ടുകൊടുത്തില്ല. അഭി പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിലൊരു വന്യതയുണ്ടായിരുന്നു. മാപ്പോ? ഈ അഭിമന്യുവിന്റെ ഡിക്ഷണറിയിൽ ആ വാക്കില്ല. നീ ആരെന്നും എനിക്കറിയില്ല, പക്ഷെ നിന്റെ ഈ തന്റെ ഇടം അധികം നാൾ ഇവിടെ വിലപ്പോവില്ല കൊച്ചെ. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് 500ന്റെ കുറച്ച് നോട്ടുകൾ എടുത്ത് മീരയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഇത് വെച്ച് പുതിയൊരു തുണി വാങ്ങിക്കോ. ബാക്കി പൈസക്ക് വല്ല ഭക്ഷണവും കഴിക്ക്. നിന്നെ കണ്ടിട്ട് പട്ടിണിയാണെന്ന് തോന്നുന്നു. അപമാനം കൊണ്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ അത് തുടച്ചു കളഞ്ഞു. അവൾ ആ നോട്ടുകൾ പെറുക്കിയെടുത്ത് അഭിയുടെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു എറിഞ്ഞു. നിന്റെ ഈ പണമല്ല, നിന്റെ മര്യാദയാണ് എനിക്ക് വേണ്ടത്.
പക്ഷേ അത് നിന്റെ രക്തത്തിലില്ലെന്ന് മനസ്സിലായി. പണമല്ല മാന്യത അളക്കുന്നത്, അഭിമന്യു. അഭിയുടെ മുഖം ചുവന്നു തുടുത്തു. അവൻ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. എന്നെ എതിർക്കാൻ ശ്രമിച്ചവർ ആരും ഈ കോളേജിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല. നിന്റെ നരകം ഇന്ന് തുടങ്ങുകയാണ് മീര. വൈകുന്നേരം മീര ഹോസ്റ്റലിലെ തന്റെ മുറിയിലെത്തി. പഴയ ഇരുമ്പ് കട്ടിലും ഒരു ചെറിയ മേശയും മാത്രമുള്ള ഇടുങ്ങിയ മുറി. പുറത്തെ ഇടനാഴിയിൽ മറ്റു പെൺകുട്ടികളുടെ അടക്കം പറച്ചിലുകൾ അവൾ കേട്ടു. പാവം, അവൾക്കറിയില്ല അഭി ആരാണെന്ന്. നാളെ മുതൽ അവൾ അനുഭവിക്കാൻ പോകുന്നത് റാഗിങ്ങിന്റെ നരകമായിരിക്കും. മീര തന്റെ ഡയറി തുറന്ന് ഇങ്ങനെ എഴുതി: അഭിമന്യു, നീ എന്റെ വസ്ത്രത്തിൽ ചെളി പുരട്ടിയിരിക്കാം, പക്ഷേ എന്റെ ലക്ഷ്യത്തിൽ തൊടാൻ നിനക്കാവില്ല. അന്ന് രാത്രി ഹോസ്റ്റൽ ലൈറ്റ് അണഞ്ഞപ്പോൾ വാതിലിന് താഴെയായി ഒരു ചെറിയ കത്ത് ആരോ തള്ളിയിട്ടു. മീര അത് തുറന്നു നോക്കി. അതിൽ ഒരൊറ്റ വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാളത്തെ സൂര്യോദയം നീ കാണില്ല അഭി. പെട്ടെന്ന് ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ തന്റെ ജനാലയ്ക്കൽ ഒരു നിഴൽ നിൽക്കുന്നത് മീര കണ്ടു. അവളുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവിടെ നിന്നാണ് അവളുടെ യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. അഭിമന്യുവിന്റെ ഈ ഭീഷണി മീരയെ തളർത്തുമോ? ആ ജനാലയ്ക്കൽ കണ്ട നിഴൽ ആരുടേതാണ്? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.